ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് 4th ചാപ്റ്ററായ ആജ്ഞ ഗുരു നാം ഹി അവിചാരണീയ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. നോക്കാം. ഏകപദേന സംസ്കൃത ഭാഷയ ഉത്തരത്ത്, അതായത് ആൻസർ ഇൻ വൺ വേർഡാണ് ഇവിടെ ചെയ്യേണ്ടത്. സംസ്കൃത ഭാഷയിൽ ആണ് എഴുതേണ്ടത്. ഓക്കെ. രാജപുത്രാഹ പ്രാസാദേ കൈഹി സഹ ക്രീഡന്തി സ്മ. രാജപുത്രന്മാര് കൊട്ടാരത്തിൽ ആരോടൊപ്പമാണ് കളിച്ചിരുന്നത്? വാനരൈഹി, കുരങ്ങന്മാരോടൊപ്പം. രാജഗൃഹേ കീദൃശം മേഷയുധമാസേത്. രാജകൊട്ടാരത്തിൽ എത്തരത്തിലുള്ള ചെമ്പരിയാടുകളായിരുന്നു ഉണ്ടായിരുന്നത്? ബാലവാഹന യോഗ്യം, കുട്ടികളെ സഞ്ചരിപ്പിക്കാൻ യോഗ്യരായ അല്ലെങ്കിൽ കുട്ടികളെ വഹിക്കാൻ യോഗ്യരായ. ജിഹ്വാലോലുപതയ മേഷഃ കുത്ര പ്രവിശതി സ്മ. ആഹാരത്തിൻ്റെ ആർത്തി കൊണ്ട്, അതായത് ആഹാരം കഴിക്കാനുള്ള ആർത്തി കൊണ്ട് ചെമ്പരിയാട് എവിടെയാണ് പ്രവേശിച്ചിരുന്നത്? മഹാനസം, അതായത് കിച്ചണിൽ. കെ പാകശാലം പ്രവിഷ്ടം മേഷം താടയന്തി സ്മ. ആരാണ് പാചകശാലയിൽ പ്രവേശിച്ച ചെമ്പരിയാടിനെ അടിച്ചത്? സൂപകാരാഹ, അതായത് പാചകക്കാരൻ. കേന ജാജ്വല്യമാന ശരീരഃ മേഷഃ അശ്വശാലാം പ്രവിശതി. എന്താൽ കത്തിയ ശരീരമുള്ള ചെമ്പരിയാടാണ് അശ്വശാലയിൽ, അതായത് കുതിരകളെ കെട്ടുന്ന ഇടത്തേക്ക് പ്രവേശിച്ചത്? വഹ്നീന, അതായത് തീയാൽ. മേഷസ്യ ശിതൗ പ്രലുഠിതഃ തൃണേഷു കാഹ സമുദ്ധിതാഃ. ചെമ്പരിയാടിൻ്റെ ഭൂമിയിൽ ഉരുണ്ടതിനെ തുടർന്ന് പുല്ലിൽ എന്താണ് ഉയർന്നത്? വഹ്നിജ്വാലാഹ, തീജ്വാലയാണ് ഉയർന്നത്. കിമർത്ഥം അശ്വാഹ ഇതസ്തതഃ അധാവൻ. എന്തിനാണ് അശ്വാഹ, കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്? പ്രാണത്രാണായ, അതായത് പ്രാണന്റെ രക്ഷയ്ക്കായിട്ട്. കേശം വഹ്നി ദോഷഃ കപീനാം മേധസാ ശമ്യതി. അതായത് ആരുടെ വഹ്നിദോഷമാണ്, ആരുടെ തീയാലുണ്ടായ പീഡയാണ് കുരങ്ങന്മാരുടെ കൊഴുപ്പുകൊണ്ട് ഇല്ലാണ്ടാവുക? അശ്വാനാം, കുതിരകളുടെ. കസ്യ ആദേശം ശ്രുത്വാ സർവേ കപയഃ ഭയത്രസ്താഃ ജാതാഃ. ആരുടെ ആദേശം കേട്ടിട്ടാണ്, ആരുടെ ഉത്തരവ് കേട്ടിട്ടാണ് എല്ലാ കുരങ്ങന്മാരും ഭയപ്പെട്ടത്? രാജാദേശം, രാജാവിൻ്റെ ആദേശം, രാജാവിൻ്റെ ഉത്തരവ്. കേശം ആദ്യ അവിചാരണീയ ഭവതി. ആരുടെ ആജ്ഞയാണ് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തത്? ഗുരുണാം, അതായത് ഗുരുക്കളുടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരത്, അതായത് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ജിഹ്വാലോലുപതയ മേഷഃ അഹർനിശം കിം കരോതി സ്മ. അതായത് കഴിക്കാനുള്ള ആർത്തി കൊണ്ട് ചെമ്പരിയാട് പകലും രാത്രിയും എന്താണ് ചെയ്തിരുന്നത്? ജിഹ്വാലോലുപതയ മേഷഃ അഹർനിശം മഹാനസം പ്രവിശ്യ യത് പശ്യതി തത് ഭക്ഷ്യതി. കഴിക്കാനുള്ള ആർത്തി കൊണ്ട് ചെമ്പരിയാട് പകലും രാത്രിയും കിച്ചണിൽ കയറി എന്താണോ കാണുന്നത് അത് കഴിക്കായിരുന്നു. സോപകാരാഹ മേഷം കൈഹി വസ്തുഭിഹി താടയന്തി സ്മ. പാചകക്കാര് ചെമ്പരിയാടിനെ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടായിരുന്നു അടിച്ചിരുന്നത്? സൂപകാരാഹ മേഷം യത് കിഞ്ചിത് കാഷ്ടം മൃണമ്യം ഭാജനം കാസിതാമപാത്രം വസ്തുഭിഹി താടയന്തി സ്മ. പാചകക്കാര് ചെമ്പരിയാടിനെ എന്തെങ്കിലുമൊക്കെ കമ്പുകൊണ്ടും മൺപാത്രങ്ങൾ കൊണ്ടും വെങ്കലം ചെമ്പ് പാത്രങ്ങൾ കൊണ്ടും എന്നീ വസ്തുക്കൾ കൊണ്ടൊക്കെയാണ് അടിച്ചിരുന്നത്. അതായത് കൈ കിട്ടുന്ന എന്താണെങ്കിലും എടുത്ത് അടിക്കായിരുന്നു. മേഷസ്യ സൂപകാരാണാം ച കലഹം അവേശ്യ വാനരയൂഥപതിഃ കിം അചിന്തയത്. ചെമ്പരിയാടിൻ്റെയും
പാചകക്കാരും തമ്മിലുള്ള കലഹം കണ്ട് വാനരയൂഥപതി, കുരങ്ങന്മാരുടെ സ്വാമി, ലീഡർ, എന്താണ് ചിന്തിച്ചത്? മേഷസ്യ സൂപ്പകാരാണാം ച കലഹം അവേശ്യ, ചെമ്പരിയാടിൻ്റെയും പാചകക്കാരുടെയും കലഹം കണ്ട് വാനരയൂഥപതി, കുരങ്ങന്മാരുടെ സ്വാമി, അചിന്തയത്, ചിന്തിച്ചു, ഏതേഷാം കലഹോ ന വാനരാണാം ഹിതായ, ഈ കലഹം കുരങ്ങന്മാർക്ക് ഹിതകരമല്ല, നന്നല്ല. മദോത്ഥാഹ കപയഃ വാനരയൂഥപതിം അവദൻ, മതോന്മത്തരായ കുരങ്ങന്മാരുടെ സ്വാമിയോട് പറഞ്ഞു, ഭോ കിമിദം ഉച്ചത്തെ, ഓഹോ എന്താണ് ഈ പറയുന്നത്? ന വയം സ്വർഗസമാനോപഭോഗാൻ വിഹായ അഠഭ്യാം ക്ഷാരതിക്തകഷായകടു രൂക്ഷഫലാനി ഭക്ഷിഷ്യാമഃ. ഞങ്ങൾ സ്വർഗത്തിന് സമമായ ഉപഭോഗങ്ങൾ വെടിഞ്ഞ്, അതായത് സന്തോഷം വെടിഞ്ഞ്, കാട്ടിലെ ഉണങ്ങിയതും ഉപ്പും കയ്പും പഴകിയതുമായ ഫ്രൂട്ട്സ് കഴിക്കില്ല. ഓക്കെ. സവിഷാദഃ രാജ വൈദ്യാൻ ആഹൂയ കിം അകഥയത്, ആ സങ്കടപ്പെട്ട രാജാവ് വൈദ്യന്മാരെ വിളിച്ച് എന്താണ് പറഞ്ഞത്? സവിഷാദഃ രാജ വൈദ്യാൻ ആഹൂയ അകഥയത്, ആ സങ്കടപ്പെട്ട രാജാവ് വൈദ്യന്മാരെ വിളിച്ച് പറഞ്ഞത്, ഹദഗ്ധാഹ മേ ഘോട്ടകാഹ, അയ്യോ എൻ്റെ കുതിരകൾ, കഥം രക്ഷണീയാഹ, എങ്ങനെ രക്ഷിക്കും? സപതി ഉപായഃ ക്രിയതാം, എന്തേലും ഉപായം ചെയ്താലും. രാജാദേശം ശ്രുത്വാ ഭയത്രസ്താഹ കപയഃ കിം അചിന്തയൻ, രാജാവിൻ്റെ ഉത്തരവ് കേട്ട ഭയപ്പെട്ട കുരങ്ങന്മാര് എന്താണ് ചിന്തിച്ചത്? രാജാദേശം ശ്രുത്വാ ഭയത്രസ്താഹ കപയഃ, രാജാവിൻ്റെ ഉത്തരവ് കേട്ട് ഭയപ്പെട്ട കുരങ്ങന്മാര് അചിന്തയൻ, ചിന്തിച്ചു, ഹഹതാഹ വയം, അയ്യോ നമ്മൾ ചത്തേ. അവതീരിതാഹ അസ്മാഭിഹി ഗുരുജനോപദേശ, നമ്മൾ ഗുരുക്കന്മാരുടെ ഉപദേശം ഫോളോ ചെയ്തില്ല. കേഷാം ഉപദേശാഹ നൈവ അവധീരണീയാഹ, ആരുടെ ഉപദേശമാണ് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തത്? ഗുരുണാം ഉപദേശാഹ നൈവ അവധീരണീയാഹ, ഗുരുക്കന്മാരുടെ ഉപദേശമാണ് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തത്. നരഃ കീദൃശം ഗൃഹം ദൂരതഃ പരിവ്രജയേത്, മനുഷ്യൻ എപ്രകാരമുള്ള വീടാണ് ദൂരെന്ന് തന്നെ ത്യജിക്കേണ്ടത്? നരഃ യത്ര ഗൃഹേ നിത്യം അകാരണഃ കലഹ സ്യാത് തത് ഗൃഹം ദൂരതഃ പരിവ്രജയേത്, മനുഷ്യൻ എവിടെയാണോ, അതായത് ഏത് വീട്ടിലാണോ നിത്യവും ഒരു കാരണമില്ലാണ്ട് കലഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്, ആ വീട് ദൂരെന്ന് തന്നെ ത്യജിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിത വാക്യേഷു സ്ഥൂലപദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുറുത്ത്, താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ബോൾഡ് വേർഡ്സിനെ ആധാരമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നോക്കാം. അശ്വാഹ പ്രാണത്രാണായ ഇതസ്തതഃ അദ്ധാവൻ, കുതിരകൾ പ്രാണന്റെ രക്ഷയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പ്രാണത്രാണായ, അതായത് പ്രാണന്റെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ എന്തിനായിട്ട് ഓടിയെന്നും എഴുതാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഓടിയെന്നും എഴുതാം. ഓക്കെ. എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? അശ്വാഹ കസ്മൈ ഇതസ്തതഃ അദ്ധാവൻ, കുതിരകൾ എന്തിനായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ അശ്വാഹ കിമർത്ഥം ഇതസ്തതഃ അദ്ധാവൻ, കുതിരകൾ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ സ്ലാഷ് ഇട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. അടുത്ത നോക്കാം. രാജ വൈദ്യാൻ ആഹൂയ അശ്വരക്ഷാർത്ഥം അപൃച്ഛത്, രാജാവ് വൈദ്യനെ വിളിച്ച് കുതിരയുടെ രക്ഷയ്ക്കായിട്ട് ചോദിച്ചു. വൈദ്യനെ, അപ്പം എങ്ങനെയാണ് വരുന്നത്? ആരെ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? രാജ കാൻ ആഹൂയ അശ്വരക്ഷാർത്ഥം അപൃച്ഛത്, രാജാവ് ആരെ വിളിച്ചിട്ടാണ് കുതിരയുടെ രക്ഷയ്ക്കായിട്ട് ചോദിച്ചത്. സൂപകാരേണ മേഷഃ
അർദ്ധജ്വലിതകാഷ്ഠേന താഡിതഃ. പാചകക്കാരനാൽ ചെമ്പരിയാട് പകുതി കത്തിയ കമ്പാൽ അടിക്കപ്പെട്ടു. അർദ്ധജ്വലിത കാഷ്ഠേന പകുതി കത്തിയ കമ്പാൽ. അപ്പോൾ ഇവിടെ എന്താ വരിക? എന്താൽ എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? സൂപകാരേണ മേഷഃ കേന താഡിതഃ. പാചകക്കാരനാൽ ചെമ്പരിയാട് എന്താലാണ് അടിക്കപ്പെട്ടത്? പ്രാജ്ഞഃ കലഹയുക്തം ഗൃഹം ദൂരതഃ പരിവ്രജയേത്. ബുദ്ധിമാനായ വ്യക്തി കലഹത്താൽ പരിപൂർണമായ വീട് ദൂരേന്ന് തന്നെ ത്യജിക്കണം. പ്രാജ്ഞഃ ബുദ്ധിമാനായ വ്യക്തി. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ആരാണ് കലഹപൂർണമായ വീട് ദൂരേന്ന് തന്നെ ത്യജിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. എങ്ങനെ എഴുതും? കഹ കലഹയുക്തം ഗൃഹം ദൂരതഃ പരിവ്രജയേത്. അടുത്ത നോക്കാം. സൂര്യോദയേ തമഃ നശ്യതി. സൂര്യോദയത്തോടെ അന്ധകാരം നശിക്കുന്നു, ഇല്ലാണ്ടാവുന്നു. തമഹ് അന്ധകാരം. ഇപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? സൂര്യോദയേ കിം നശ്യതി. സൂര്യോദയത്തിൽ എന്താണ് നശിക്കുന്നത്, ഇല്ലാണ്ടാവുന്നത്? ജ്വലന മേഷഃ അശ്വശാലാം പ്രവിശതി. അശ്വശാലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കത്തിയ ചെമ്പരിയാട് അശ്വശാലയിൽ പ്രവേശിക്കുന്നു. അതായത് കുതിരകളെ കെട്ടുന്നിടത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? എവിടെ പ്രവേശിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ വരണ്ട അല്ലേ? അപ്പം എങ്ങനെ എഴുതും? ജ്വലൻ മേഷഃ കുത്ര പ്രവിശതി. കത്തിയ ചെമ്പരിയാട് എവിടെയാണ് പ്രവേശിക്കുന്നത്? അടുത്ത നോക്കാം. അധോലിഖിതാൻ പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻസ്ട്രക്ഷൻ തന്നതനുസരിച്ച് എഴുതുക. ഓക്കെ, നോക്കാം. കസ്മശ്ചിത് നഗരെ ചന്ദ്രോ നാമ ഭൂപതി പ്രതിവസതി സ്മ. അത്ര ക്രിയാപദം കിം. ഇവിടെ അതായത് ഈ സെൻറ്റൻസിൽ ക്രിയാപദം എന്താണ്? പ്രതിവസതി സ്മ. ഏവം വിചാര്യ സഹ യൂതപഃ സർവാൻ കപീൻ ആഹൂയ രഹസി അവദത്. അത്ര കപീൻ പദസ്യ കിം വിശേഷണപദം പ്രയുക്തം. ഇവിടെ അതായത് ഈ സെൻറ്റൻസിൽ കപീൻ എന്ന പദത്തിന് എന്ത് വിശേഷണ പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സർവാൻ. മദോത്താഹ കപയഃ പ്രഹസ്യ അവദൻ. അസ്മിൻ വാക്യേ കിം കർത്തൃപദം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ എന്ത് കർത്തൃപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? കപയഃ. ഹാ ദഗ്ധാഃ മേ ഗോട്ടകാഃ കഥം രക്ഷണീയാഃ. വാക്യേസ്മിൻ അശ്വാഃ ഇത്യർത്ഥേ കിം പദം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ അശ്വാഹ് എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഗോട്ടകാഃ. മേഷഃ മഹാനസം പ്രവിശ്യ യത് പശ്യതി തത് ഭക്ഷ്യതി. അത്ര നിർഗത്യ പദസ്യ കിം വിലോമപദം പ്രയുക്തം. ഇവിടെ ഇറങ്ങിയിട്ട് നിർഗത്യ എന്ന പദത്തിൻ്റെ എന്ത് വിലോമപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പ്രവിശ്യ, അതായത് പ്രവേശിച്ചിട്ട്, കയറിയിട്ട്. ജ്വാലാമാലാകുലാഹ പദസ്യ വിശേഷപദം പാഠാചിത്വാ ലിഖത. അഗ്നിജ്വാലകളാൽ വ്യാകുലപ്പെട്ട് എന്ന പദത്തിൻ്റെ വിശേഷപദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ് ജ്വാലാമാലാകുലാഹ എന്ന പദത്തിന് വിശേഷപദമായി വരിക? അശ്വാഹ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക സ്തംഭേ വിശേഷപദാനി. ക സ്തംഭത്തിൽ വിശേഷപദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഖ സ്തംഭേ ച വിശേഷപദാനി ദത്താനി. ഖ സ്തംഭത്തിൽ വിശേഷപദങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, തേഷാം സമുചിത മേലനം കൃത്വ ലിഖത്ത്. ഓരോ വിശേഷണ പദത്തിനും യോജിച്ച വിശേഷപദം ഏതാണോ അത് മാച്ച് ചെയ്ത് എഴുതുക. ഓക്കെ, കുവാക്യാന്തം സൗഹൃദം, മദോത്താഹ കപയഃ, ഊർണാപ്രചുരഃ മേഷഃ, കുരാജാന്താനി രാഷ്ട്രാണി, മൃണമ്യം ഭാജനം, കലഹാന്താനി ഹർമ്യാണി, സാശ്രുനയനഃ യൂതപതിഃ, കുകുർമാന്തം യശഃ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥൂലാക്ഷരാണി സർവനാമപദാനി കസ്മൈ പ്രയുക്താനി. ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്ന സർവനാമപദം ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സമക്ഷം പ്രദത്ത സ്ഥാനി ലിഖത്. സമക്ഷം അതിന് നേരെ തന്നിരിക്കുന്ന ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, നോക്കാം. അസ്മാക്കം വിനാശകാരക ഭവിഷ്യത്തി. അസ്മാക്കം എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വാനരേഭ്യഃ. തസ്യ പുത്രാഃ വാനരൈഃ സഹ ക്രീഡന്തി സ്മ. തസ്യ എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? രാജ്ഞി. ഏതേഷാം കലഹഃ ന വാനരാണാം ഹിതായ. ഏതേഷാം എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മേഷസൂപകാരേഭ്യഃ. സർവേഷാം സംശയഃ ന ഭവേത്. സർവേഷാം ആരെ ഉദ്ദേശിക്കുന്നേ? ആർക്ക് വേണ്ടിയായി സർവനാമപദം പ്രയോഗിച്ചിരിക്കുന്നേ? വാനരേഭ്യഃ. വയം അടവ്യാം രൂക്ഷഫലാനി നൈവ ഭക്ഷിഷ്യാമഃ. വയം എന്നത് ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വാനരേഭ്യഃ. അഹം തു വനം ഗച്ഛാമി. അഹം എന്നത് ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വാനരയൂഥപതയേ. ഹ ദഗ്ധ മേ ഗോട്ടകാഃ. മേ എന്നത് ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? രാജ്ഞേ. അവതീരിതാഃ അസ്മാഭിഃ ഗുരുജനോപദേശാഃ. അസ്മാഭിഃ എന്നത് ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വാനരേഭ്യഃ. യൂയം അസ്യ കുപരിണാമം ന ജാനിത. യൂയം എന്നുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വാനരേഭ്യഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോഷ്ടകാത് സമുചിതം പദം വിചിത്യ റിക്തസ്ഥാനാനി പൂരയത്ത്. അതായത് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പദങ്ങളിൽ ഏതാണോ ഉചിതമായ പദം അതെടുത്ത് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഓക്കെ. ഡാഷ് നഗരെ ചന്ദ്രഃ ഭൂപതിഃ പ്രതിവസതി സ്മ. ഡാഷ് നഗരെ ചന്ദ്രഃ ഭൂപതിഃ പ്രതിവസതി സ്മ. അത് ഏതാ കറക്റ്റായിട്ട് വരിക? കസ്യാശ്ചിത്താണോ കസ്മിശ്ചിത്താണോ? കസ്മിശ്ചിത് അല്ലേ? അടുത്ത് നോക്കാം. ഡാഷ് ഏവ രാജഗൃഹേ മേഷയൂഥം അപി ആസീത്. തസ്യാണോ തസ്മിനാണോ വരിക? തസ്മിൻ ഏവ. ഡാഷ് അഗ്നി സമേഷഃ മഹാരസം പ്രവിശതി. അന്യസ്മിനാണോ പൂർവസ്മിനാണോ? അന്യസ്മിൻ. ഡാഷ് തൗ പ്രലുട്ടതഃ ത്രിണേഷു അഗ്നിജ്വാലാഃ സമുത്ഥിതാഃ. തസ്യാഹ ആണോ വരിക? തസ്യാണോ വരിക? തസ്യ. ഡാഷ് ഭയത്രസ്താഃ കപയഃ അചിന്തയൻ. എന്താ വരിക? സർവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഘടനാക്രമാനുസാരം അധോലിഖിതാനി വാക്യാനി പുനഃ ലേഖനീയാനി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ക്രമമനുസരിച്ച്, അതായത് എങ്ങനെയാണോ ഇൻസിഡൻറ്റ് നടന്നത് അതിൻ്റെ ക്രമമനുസരിച്ച് ഒന്നുകൂടി എടുത്ത് എഴുതുക. ഭൂപതേഃ ചന്ദ്രസ്യ പുത്രാഃ വാനരാൻ ഭോജപദാർത്ഥൈഃ പുഷ്ടിം നയന്തി സ്മ. മഹാരാജാവായ ചന്ദ്രൻ്റെ മക്കൾ കുരങ്ങന്മാരെ ഭോജപദാർത്ഥത്താൽ ഹെൽത്തിയാക്കിയിരുന്നു. പിന്നെയോ രാജഗൃഹേ ബാലവാഹനയോഗ്യഃ മേഷഃ ജിഹ്വാലോലുപതയാ മഹാനസം പ്രവിശ്യ ഭോജനം ഖാദതി സ്മ. രാജകൊട്ടാരത്തിൽ കുട്ടികളെ വഹിക്കാൻ യോഗ്യമായ ചെമ്പരിയാട് കഴിക്കാനുള്ള ആർത്തി മൂലം കിച്ചണിൽ പ്രവേശിച്ച്, അതായത് കിച്ചണിൽ കയറി ആഹാരം കഴിക്കായിരുന്നു. അതെ, പിന്നെന്താ സംഭവിച്ചേ? സൂപകാരൈഃ നിത്യം താഡിതം മേഷം ദൃഷ്ട്വാ വാനരയൂഥപഃ വാനരാൻ രാജഭവനം തെക്തും അകഥയത്. പാചകക്കാരാൽ നിത്യവും അടിക്കപ്പെടുന്ന ചെമ്പരിയാടിനെ കണ്ടിട്ട് കുരങ്ങന്മാരുടെ സ്വാമി കുരങ്ങന്മാരോട് രാജകൊട്ടാരം ത്യജിക്കാനായിട്ട് പറഞ്ഞു. രസനാസ്വാദലുബ്ധാഃ മദോത്ഥാഃ മർക്കടാഃ തദ് രാജഭവനം തെക്തും ന സ്വീകൃത്വന്തഃ. നാവിലെ രുചിയിലെ ആർത്തി മൂലം മതോന്മത്തരായ കുരങ്ങന്മാര് ആ രാജകൊട്ടാരം ത്യജിക്കാൻ തയ്യാറായില്ല.
അങ്ങനെ കുരങ്ങന്മാരുടെ സ്വാമി ഇത്രയും പറഞ്ഞിട്ടും കുരങ്ങന്മാർ കേൾക്കാത്തതിനെ തുടർന്ന് കാട്ടിലേക്ക് അങ്ങ് പോയി. എന്നിട്ടോ അന്യസ്മിൻ അഹനി സമേഷഃ സൂപകാരേണ അർദ്ധജ്വലിത കാഷ്ടേന താഡിതഃ. അങ്ങനെയിരിക്കെ വേറൊരു ദിവസം ആ ചെമ്പരിയാട് പാചകക്കാരനാൽ പകുതി കത്തിയ കമ്പാൽ അടിക്കപ്പെട്ടു. അങ്ങനെ ചെമ്പരിയാടിൻ്റെ മേലെ തീ പടർന്നു കയറുകയും ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ജ്വലൻ സമേഷഃ, കത്തിയ ആ ചെമ്പരിയാട്, തീ കൊണ്ട ആ ചെമ്പരിയാട് അശ്വശാലാം പ്രവിഷ്ടഃ, അശ്വശാലയിൽ പ്രവേശിച്ചു. പരിണാമതഃ, പരിണാമസ്വരൂപമായി ദഗ്ധാഹ അശ്വാഹ പ്രാണത്രാണായ അദ്ധാവൻ, കത്തിയ കുതിരകൾ പ്രാണന്റെ രക്ഷയ്ക്കായിട്ട് ഓടി. അങ്ങനെ കുതിരകൾക്കെല്ലാം പൊള്ളലേറ്റു. അത് കണ്ട് ആകെപ്പാടെ രാജാവ് അങ്ങ് സങ്കടത്തിലായി. എന്നിട്ട് എന്താ ചെയ്ത രാജാവ്? രാജവൈദ്യം ആഹൂയ അശ്വരക്ഷായായി ന്യവേദയത്. രാജാവ് രാജവൈദ്യനെ വിളിച്ച് കുതിരകളുടെ രക്ഷയ്ക്കായിട്ട് അഭ്യർത്ഥിച്ചു. കുതിരകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഭയത്രസ്താഹ കപയഃ ഗുരുജനോപദേശസ്യ അവധീരണാതഃ പശ്ചാത്താപം കൃതവന്തഃ. ഭയപ്പെട്ട കുരങ്ങന്മാര് ഗുരുക്കന്മാരുടെ ഉപദേശത്തിൻ്റെ അവഗണന ചെയ്തതിനെ തുടർന്ന് പശ്ചാത്താപം ചെയ്തു. നോക്കാം. അദ്ദഃ സമസ്ത പദാനാം വിഗ്രഹാഹ ദത്താഹ. താഴെ സമസ്ത പദങ്ങളുടെ വിഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഉദാഹരണം അനുസൃത്യ സമസ്ത പദാനി ലിഖത. ഉദാഹരണം തന്നതനുസരിച്ച് സമസ്ത പദം എഴുതുക. ഇവിടെ ഷഷ്ടി തത്പുരുഷാണ് തന്നിരിക്കുന്നത്, അതും താഴെ എഴുതണം. ഓക്കെ, നോക്കാം. മേഷാണാം മധ്യേ മേഷമധ്യേ, വാനരാണാം ഹിതായ വാനരഹിതായ, പ്രാണാനാം ത്രാണായ പ്രാണത്രാണായ, കപീനാം മേധസാ കപിമേധസാ, രാജ്ഞഃ ആദേശം രാജാദേശഃ, ജിഹ്വായാഃ ലോലുപതയാ ജിഹ്വാലോലുപതയാ, അശ്വാനാം നാശഃ അശ്വനാശഃ, യൂതസ്യ പതിഃ യൂതപതിഃ. അടുത്ത് നോക്കാം. അദ്ദഃ മഞ്ജുഷായാം പ്രത്യേക ശബ്ദസ്യ ത്രീണി സമാനാർത്ഥകാനി പദാനി ദത്താനി, താനി ചിത്രാണാം സമക്ഷം ലിഖത്. താഴെ ബോക്സിനകത്ത് ഓരോ വേർഡിൻ്റെയും 3 സമ അർത്ഥം വരുന്ന പദങ്ങൾ തന്നിട്ടുണ്ട്. ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ തന്നിട്ടുണ്ട്. താനി ചിത്രാണാം സമക്ഷം ലിഖത്, അതെടുത്ത് ചിത്രങ്ങൾക്ക് സമക്ഷമായി എഴുതുക. ഏതാണോ ഓരോന്നിനും കറക്റ്റായിട്ട് വരിക അതെടുത്ത് എഴുതണം. ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുരങ്ങൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കുരങ്ങനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ വേർഡ്സാണ് ഉള്ളത് ഇവിടെ? വാനരഃ, കപിഃ, മർക്കടഃ. അടുത്തതായിട്ട് ഒരു രാജാവിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാ വരിക? ഭൂപതിഃ, രാജ, നൃപഃ. അടുത്തതായിട്ട് തീയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫയറിൻ്റെ ചിത്രമാണ് അല്ലേ? അപ്പം എന്തൊക്കെ വരിക? അഗ്നിഃ, വഹ്നിഃ, അനലഃ. അടുത്ത ചിത്രം നോക്കാം. ഒരു പാചകക്കാരൻ്റെ ചിത്രമാണ്. എന്തൊക്കെ വരിക? സൂപകാരഃ, ഔദനികഃ, പാചകഃ. അടുത്തതായിട്ടൊരു കുതിരയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗോട്ടകഃ, അശ്വഃ, ഹയഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതാനാം പങ്ക്തീനാം ശുദ്ധം ഭാവാർത്ഥം ആം ചിഹ്നേന ചിഹ്നീക്രിയതാം. താഴെ തന്നിരിക്കുന്ന പങ്ക്തികൾക്ക് ശുദ്ധ ഭാവാർത്ഥം ഏതാണോ വരിക അത് ആം എന്ന ചിഹ്നത്തിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ. ഏതേഷാം കലഹോർണ വാനരാണാം ഹിതായ അർത്ഥാത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അതെ, മേഷസ് സൂപകാരൈഃ സഹ ദൈനംദിനഃ കലഹഃ വാനരാണാം വിനാശകാരണം ഭവിഷ്യതി. ചെമ്പരിയാടും പാചകക്കാരും തമ്മിലുള്ള എന്നുമുള്ള കലഹം കുരങ്ങന്മാരുടെ വിനാശത്തിന് കാരണമാകും. അടുത്ത നോക്കാം. തദ്ഗൃഹം ജീവിതം വാഞ്ചൻ ദൂരതഃ പരിവ്രജയേത് അർത്ഥാത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യസ്മിൻ ഗൃഹേ നിത്യം വിവാദഃ ഭവതി. ഏത് വീട്ടിലാണോ നിത്യവും വിവാദം ഉണ്ടാവുന്നത്, കലഹം ഉണ്ടാവുന്നത്, നരഃ സുഖേന ജീവിതം തദ്ഗൃഹം കഥാപി ന പ്രവിശേത്.
മനുഷ്യന് സുഖമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പ്രവേശിക്കരുത്. തത് ദൂരതഃ ഏവ പരിവ്രജേത്, അത് ദൂരെന്ന് തന്നെ ത്യജിച്ചേക്കണം. അടുത്ത നോക്കാം. രസനാസ്വാദലുബ്ധാഃ യൂയം അസ്യ സുഖസ്യ കുപരിണാമം ന ജാനത. അർത്ഥാത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? യൂയം സർവേ വാനരാഃ ജിഹ്വാസ്വാദവശാഃ ലോലുപാഃ. നിങ്ങളെല്ലാ കുരങ്ങന്മാരും നാവിലെ സ്വാദിനാൽ വശപ്പെട്ടിരിക്കുകയാണ്. അതഃ അതുകൊണ്ട് തന്നെ അസ്യ ക്ഷണികസുഖസ്യ ദുഷ്പരിണാമം ന അവഗച്ഛത്. ഇതിൻ്റെ ക്ഷണനേരത്തെ സുഖത്തിൻ്റെ ദുഷ്പരിണാമം അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. യത് അതുകൊണ്ട് തന്നെ അനേന യുഷ്മാകം വിനാശ ഭവിഷ്യതി, എന്നാൽ നിങ്ങൾക്ക് വിനാശം ഉണ്ടാവും. ഹന്ത വയം അവധീരിതാഃ അസ്മാഭിഃ ഗുരുജനോപദേശാഃ. അർത്ഥാത് ഇതെന്താണ് അർത്ഥമാക്കുന്നത്? വാനരാഃ പശ്ചാത്താപം കുർവന്തി, കുരങ്ങന്മാർ പശ്ചാത്താപം ചെയ്യുന്നു. സ്വഗുരുജനസ്യ യൂതപതേഃ ഉപദേശാനാം, സ്വന്തം ഗുരുവായ യൂതപതിയുടെ, അതായത് കുരങ്ങന്മാരുടെ സ്വാമിയുടെ ഉപദേശാനാം, ഉപദേശം അസ്മാഭിഃ അവഹേളന കൃത, നമ്മളാൽ അവഗണിക്കപ്പെട്ടു. അതഃ അതുകൊണ്ട് തന്നെ വയം വിനാശോന്മുഖാഃ, അതുകൊണ്ട് തന്നെ നമ്മുടെ വിനാശം നിശ്ചയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിത പങ്ക്തിഷു സ്ഥൂലാക്ഷരപദാനാം പ്രസംഗാനുസാരം ശുദ്ധം അർത്ഥം ചിനുത്. താഴെ തന്നിരിക്കുന്ന പങ്ക്തിയിലെ ബോൾഡ് വേർഡ്സിനെ എഴുതിയേക്കുന്ന വേർഡിൻ്റെ ശുദ്ധ അർത്ഥമാണ് കണ്ടെത്തി എഴുതേണ്ടത്. ഓക്കെ. മേഷഃ മഹാനസം പ്രവിശ്യ യത് പശ്യതി തത് ഭക്ഷ്യതി. മഹാനസം എന്നാൽ കിച്ചൺ എന്നാണ് അർത്ഥം, അടുക്കള. ഏതാ കറക്റ്റായിട്ട് വരിക? പാകശാലാം. കലഹാന്താനി ഹർമ്യാണി കുവാക്യാന്തം ച സൗഹൃദം. ഹർമ്യാണി അതായത് കൊട്ടാരം, പാലസ്. ഏതാ വരിക? രാജഭവനാനി. അന്യസ്മിൻ അഹനി മഹാനസം പ്രവിഷ്ടഃ മേഷഃ സ്വോപകാരേണ താഡിതഃ. അഹനി അതായത് ദിവസം, ദിവസേ. തസ്യ ശിതൗ പ്രലുട്ടതഃ തൃണേഷു വഗ്നിജ്വാലാഃ സമുത്ഥിതാഃ. ശിതൗ എന്നാൽ ഭൂമി. ഇതാ കറക്റ്റായിട്ട് വരിക? ഭൂമൗ. സപദി ഉപായഃ ക്രിയതാം. സപദി വേഗം, പെട്ടെന്ന്. ഏതാ കറക്റ്റായിട്ട് വരിക? ജട്ടിതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രേഖാങ്കിത പദാനാം സമസ്തപദം വിഗ്രഹം വ ലിഖത. താഴെ തന്നിരിക്കുന്ന, അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പദങ്ങളുടെ സമസ്തപദം എഴുതുക, അല്ലെങ്കിൽ അതിനെ വിഗ്രഹിച്ചെഴുതുക. ഓക്കെ. കസ്മശ്ചിത് നഗരേ ചന്ദ്രോ നാമ ഭൂപതിഃ പ്രതിവസതി സ്മ. ഭൂപതിഃ എങ്ങനെ വിഗ്രഹിക്കും? ഭുവഃ പതിഃ. രാജപുത്രാഃ വാനരക്രീഡാരതാഃ വാനരാണാം യൂതഃ തം നിത്യമേവ പുഷ്ടിം നയന്തി സ്മ. വാനരാണാം യൂതഃ തം എങ്ങനെ എഴുതും? വാനരയൂതഃ. തേഷാം മേഷാണാം മധ്യേ ഏകഃ മേഷഃ ജിഹ്വാലോലുപഃ ആസീത്. മേഷാണാം മധ്യേ, മേഷമധ്യേ ഏകഃ മേഷഃ ജിഹ്വാലോലുപതയാ മഹാനസം പ്രവിശതി സ്മ. ജിഹ്വാലോലുപതയാ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുക? ജിഹ്വായാഃ ലോലുപതയാ. ഏതദ് രാജ്ഞഃ ഭവനം പരിത്യജ്യ വനം ഗച്ഛാമഃ. എങ്ങനാ സമസ്തപദം എഴുതുക? രാജഭവനം. ജാജ്വല്യമാനം ശരീരം യസ്യ സഃ മേഷഃ അശ്വശാലാം പ്രവിശതി. ജാജ്വല്യമാനം ശരീരം യസ്യ സഃ. എങ്ങനെ എഴുതുക സമസ്തപദം? ജാജ്വല്യമാന ശരീരഃ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതുവരെ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.